വർഷ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ന്യായമായ ഒരു സമരം, ആ സമരത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ പോകുന്നു. 1000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു 3 രൂപ മാത്രമേ കുറവുള്ളൂ ഒരു സിലിണ്ടറിന്. അത്രയധികം കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കൂട്ടൽ അവരുടെ ജീവിതങ്ങളെ ബാധിക്കും, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ ബാധിക്കും, അവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ ബാധിക്കും. അപ്പോൾ ഇന്നത്തെ ആ ഒരു സമരം കോഴിക്കോട് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗോപികൃഷ്ണൻ. വളരെ സാരമായ രീതിയിൽ തന്നെ കോഴിക്കോടും ഈ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും പൂർണ്ണമായും അടച്ചിട്ട അവസ്ഥയിൽ തന്നെയാണുള്ളത്. രാവിലെ നമ്മൾ പല റെസ്റ്റോറൻറ്റുകളും സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം അത് പൂർണ്ണമായി അടച്ചിട്ടൊരു നിലയിൽ തന്നെയാണ്. കാരണം ഇത്ര വലിയൊരു തുക അവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല. ഈ കഴിഞ്ഞ 4 മാസത്തിനിടെ 1444 രൂപയാണ് ഈ വാണിജ്യ പാചക സിലിണ്ടറുകൾക്ക് കൂടിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ തവണ തന്നെ ഒറ്റയടിക്ക് 993 രൂപ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സാരമായ രീതിയിൽ ഇത് കച്ചവടക്കാരെ ബാധിച്ചിട്ടുണ്ട്, ഹോട്ടൽ ഉടമകളെ ബാധിച്ചിട്ടുണ്ട്. കാരണം പലരും ഈ വൻകിട കച്ചവടക്കാരല്ലാതെ ഈ സാധാരണ രീതിയിലുള്ള കച്ചവടക്കാരുണ്ട്. അവർക്കൊന്നും ഇത് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം കുടുംബത്തിന്റെ ബജറ്റ് ആകെ തെറ്റിപ്പോകുന്ന രീതിയിലേക്കാണ് നിലവിലെ സാഹചര്യം പോകുന്നത്. ഇത് പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വില വർദ്ധിപ്പിക്കുക എന്നുള്ളതും ആളുകൾക്ക്, അവിടെ എത്തുന്ന ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിലും അവർ പ്രതിസന്ധിയാണ്. എങ്കിലും പലയിടങ്ങളിലും സാധനങ്ങളുടെ വില കൂട്ടാനുള്ള തീരുമാനത്തിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച് വളരെ, കാരണം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ശമ്പളം നൽകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആകെ മൊത്തം വിലക്കയറ്റം ഉൾപ്പെടെ പല പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലൊരു തിരിച്ചടി കൂടി ഹോട്ടൽ ഉടമകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ്. മുൻപ് ഈ സിലിണ്ടറുടെ ലഭ്യതയായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഈ ഒറ്റയടിക്ക് വില കൂട്ടിയതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ഒരു വാണിജ്യ പാചക സിലിണ്ടറിന് 3117 രൂപ നൽകേണ്ട അവസ്ഥയാണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കും സാധാരണക്കാരായ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് ഇത് എത്രമാത്രം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്. ദിവസം അവർക്കൊരു മാസം ഒരു സിലിണ്ടർ പോരാ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ്. സിലിണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം അവരെ ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. എന്തായാലും ന്യായമായ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഹോട്ടൽ ഉടമകൾ സമരം നടത്തുന്നത്. ഇനി ഈ സമരത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കാനാണ് എന്തായാലും ഈ കട ഉടമകളുടെ തീരുമാനം. നിലവിൽ എന്തായാലും കോഴിക്കോട് എല്ലാ കടകളും അടഞ്ഞിരിക്കുകയാണ്. അത് സാരമായി ഈ സാധാരണക്കാരായ ജനങ്ങളെയും ബാധിക്കുന്നുണ്ട്. കാരണം പലരും പുറത്ത് ജോലി ചെയ്യുന്നവരെല്ലാമാണ്, അവരെല്ലാം ആശ്രയിക്കുന്നത് ഹോട്ടലുകളെയാണ്. അങ്ങനെ ഹോട്ടലുകൾ പൂട്ടിക്കിടക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്ത, വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ക്രിസ്റ്റീന, ഗോപികൃഷ്ണൻ. ശരി, വർഷ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും ഹോട്ടലുകൾ അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. ബദൽ സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേക്കണം, പ്രത്യേകിച്ച് ഈ ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർ, അല്ലെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.